ഹായ് ഡിയേഴ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സ്ഥലം മൊത്തത്തിൽ മാറിയല്ലേ. ഇത് അമ്മമ്മേൻ്റെ വീടാണ്, അതായത് അമ്മേൻ്റെ വീട്, എൻ്റെ അമ്മേൻ്റെ വീട്. അപ്പോൾ അച്ചാച്ചനൊരു പൂതി, നെയ്ച്ചോറും ഇറച്ചിക്കറിയെല്ലാം കഴിക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് അത്തേക്കിടെ മിക്സ്ചറോ മുറുക്കുണ്ടായിരുന്നു. അപ്പം അത് താനി തിന്നലാണ്. അമ്മമ്മ ഓരോന്നെടുത്ത് കൊടുക്കും, സന്തോഷത്തോടെ തിന്നും, ഓടിച്ചാടി കളിക്കും. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും അടിച്ചു വാരണം, തുടക്കണം. അമ്മമ്മക്ക് അച്ചാച്ചനും അത്ര സുഖമില്ലാത്ത, അപ്പോൾ വേറെ വീട്ടിലേക്ക് നിൽക്കുകയും വരികയും പറഞ്ഞാൽ അത് നിൽക്കുകയില്ല. ഇവിടെ കൃഷിയും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അത് നിൽക്കലുമില്ല. അപ്പോൾ എല്ലാ ആഴ്ചയും 2-3 ദിവസം കൂടുമ്പോൾ ഇളയമ്മമാരും അമ്മയും എല്ലാവരും കൂടി പോയിട്ട് തുടച്ച് വൃത്തിയാക്കി അലക്കണ്ടിയിൽ വീട്ടിലേക്ക് എടുത്ത് അലക്കിയിട്ട് അങ്ങ് കൊണ്ടുപോയി കൊടുക്കാം, എല്ലാ പതിവ്. അപ്പോൾ ഇന്ന് നെയ്ച്ചോറ് വേണം പറഞ്ഞിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയെല്ലാം ആക്കി താനെയായിരുന്നു അമ്മമ്മേൻ്റെ ഒപ്പം കളിച്ച് തിമിർക്കല. അപ്പോൾ അച്ചാച്ചനും കൂടി വയലിലെല്ലാം കുറേ അച്ചാച്ചൻ വയലിലെല്ലാം പോയിട്ട്, അപ്പോൾ വയലിൽ പോയി തിരിച്ച് വരുന്നതാണ്. അപ്പം അച്ഛൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് കണ്ടം മൊത്തം നോക്കി എന്തെല്ലാം ഉള്ളത്, കൊലയും എടുക്കും അങ്ങനെ. അപ്പോൾ അച്ചാച്ചൻ്റെ വയ്യിൽ തന്നെ താനിക്കുട്ടിയും പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് അച്ചാച്ചനെ വിളിച്ച് പറയുന്നുണ്ട്, നോക്ക് കുഞ്ഞനുണ്ട് ബേക്കിൽ എന്നല്ലോ. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും നമ്മൾ വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നതിന് പുറമേ ഈ പാട്ടിൽ കാണുന്നത് മാമൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നു കേട്ടോ ചിക്കൻ കറി. അതും സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം രണ്ടും കൂടി മിക്സാക്കിയിട്ട് അപ്പോൾ രണ്ടും കൂടിയാകുമ്പോൾ ഒരുപാട് കറിയായി. അപ്പോഴത്തേക്ക് ഇളയമ്മ വന്നിരുന്നു, നിശ്ചയിച്ചിട്ടുണ്ടേനും. ഇളയമ്മയാണ്, അമ്മേൻ്റെ അനിയത്തിയാണ്, പക്ഷെ ഞാൻ നിശ്ചയിച്ചെന്നാണ് വിളിക്കൽ. അപ്പം താനി ഇവിടുന്ന് ചോറ് എന്നല്ലാന്ന്. അപ്പോഴത്തേക്ക് ചിന്നു മാമൻ്റെ മോളുണ്ട് ഇടാം. അപ്പോൾ ചിന്നു താനീനെ എടുത്തിട്ട് ഇവിടെ വളർത്തുന്നൊന്നല്ലേ, അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തിങ്ങനെ ചിക്കനല്ലേ, അപ്പോൾ നായ ഇങ്ങനെ വന്ന് ഒന്ന് നോക്കിയും കണ്ടു അങ്ങനെ കളിക്കല. അപ്പം താനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും ചെറിയൊരു പേടിയുണ്ട് അങ്ങനെ. അപ്പോൾ ചിന്നു നായിൻ്റെ അടുക്ക ആക്കാൻ നോക്കുമ്പോൾ അപ്പോഴത്തേക്ക് ചെറിയൊരു കരച്ചിലും പിടിച്ചലായിട്ട് നിൽക്കല താനി. അപ്പോൾ അവളവിടെ നിപ്പിക്കുമ്പോൾ സമ്മതിക്കൂല, പേടിയായിപ്പോയി കുഞ്ഞിന്. അപ്പം അമ്മമ്മ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് നെല്ലിക്ക, നല്ല അടിപൊളി നെല്ലിക്ക ഉപ്പിലിട്ട്. അപ്പോൾ അതൊന്ന് കട്ട് തിന്നാന്ന് വിചാരിച്ച്, ആരും കണ്ടില്ല എടുത്ത് കൊണ്ടുപോകുന്നു. ഞാൻ തിന്നുമ്പോഴത്തേക്ക് താനിക്ക് വേണം, അമ്മക്ക് വേണം. അപ്പോൾ എല്ലാവർക്കും ഓരോരോ ഇത് കൊടുത്ത് അമ്മ തുടക്കലാണ് കേട്ടോ. ഞാൻ അടിച്ചു വരീനെ, അതിന് ശേഷം അമ്മ തുടക്കലാണ്. അമ്മക്ക് തുടക്കാൻ കൂട്ടായിട്ട് താനിക്കുട്ടി ഇവിടുന്ന് തുടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മേൻ്റെ തുടക്കലെല്ലാം ഏകദേശം കയ്യാനായി. അപ്പോൾ ഇളയമ്മ വന്നിട്ട് പോവാനായി, തിരിച്ച് പോക്കായി. അപ്പോൾ അച്ചാച്ചൻ്റെ അമ്മമ്മേൻ്റെ ഡ്രസ്സും പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് വണ്ടിയിലാക്കി സെറ്റാക്കി ഇനി പോകാൻ നോക്കലാന്ന്. വണ്ടി സ്റ്റാർട്ടാക്കി പോവാൻ നോക്കല. കുറച്ച് താഴ്ചയുള്ളത്, അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ഇറക്കണം. മെയിൻ റോഡാണ്, താഴെ കാണുന്നത് മെയിൻ റോഡാണ്. അപ്പോൾ താനിവിടുന്ന് കളിയാ. അപ്പോൾ ഇളയമ്മ ചോറെല്ലാം തിന്നിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ താനിക്ക് ചക്കയോ മാങ്ങയോ എന്തോ കിട്ടി, ചക്കയാന്ന് തോന്നുന്നു. ചക്ക എവിടുന്നോ കിട്ടിയിട്ട് ചക്ക താനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഒരു കഷ്ണം നായിക്ക് കൊണ്ടു കൊടുക്കല. അപ്പോൾ ഇളയമ്മ വണ്ടി ഇറക്കാൻ നോക്കലാന്ന്. ഇനിയൊന്നുമില്ല, നമ്മൾ കൊലയെല്ലാം തൂക്കി എടുത്ത് വെച്ചാണ് ഇതെല്ലാം വണ്ടിയിലാക്കി. അമ്മയും വണ്ടി എടുത്തിന്, അച്ഛനും വണ്ടി എടുത്തിന്. അച്ഛൻ്റെ വണ്ടിയിൽ ഞാനും താനും പോവും. അപ്പോൾ ഈ കൊലയെല്ലാം അച്ഛൻ തന്നെ സെറ്റാക്കി വെക്കും. അപ്പോൾ കാന്താരി ഉണ്ടേനും, അപ്പോൾ ഇനി കാന്താരി പറിക്കാമെന്ന് വെച്ച് അപ്പോഴത്തേക്ക് താനി എല്ലാം ചെറുതും വലുതൊന്നും ഇല്ലാണ്ട് എല്ലാം പറിച്ച് കൊണ്ടുവന്നു. നല്ല ചീത്ത കേട്ടിനെ, മൊത്തം കാന്താരിയുണ്ട്. അപ്പോൾ അതെല്ലാം പറിച്ച്, പിന്നെ മുമ്പിൽ ബേക്കിൽ ചീരയില്ലേനോ അതും കുറച്ച് പറിച്ച്, പിന്നെ ഇവിടെ മുരിങ്ങക്കോലുണ്ട് അതും കൊണ്ടുപോയി. ഇനിയൊന്നുമില്ല, ഇതെല്ലാം പാക്ക് ചെയ്ത് വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ, അമ്മമ്മേൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബായ്.